വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഞങ്ങൾ ഇങ്ങനെ പഴമങ്ങാടി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് നടന്ന് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത് എവിടെയാണ്? ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെയും തിരക്കിന് യാതൊരു കുറവുമില്ല. അങ്ങനെ ബസ് കയറാനൊക്കെ എത്തുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം നഗരം തിരക്കിലേക്ക് കടക്കുന്ന കാഴ്ച. സമയം 6:34. അപ്പൊ ഈ സമയത്ത് തന്നെ ജോലിക്ക് പോകുന്ന ഒരുപാട് പേരെ കാണാം, ഓഫീസിലേക്ക് പോകുന്ന ഒരുപാട് പേരെ കാണാം, പിന്നെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരെ കാണാം. ഈ പറയുന്നത് പോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നും ഒരുപാട് പേർ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നുണ്ട്, ദർശനത്തിനായി പോകുന്നുണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ പോകാം. ഒപ്പം മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും ആ വാർത്ത അസമിൽ സങ്കട വാർത്തയാണ് അല്ലെ. അസമിൽ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. ഖനിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 15 തൊഴിലാളികളാണ് കുടുങ്ങിയത്. സൈന്യവും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിതിൻ അംബുജനോട് ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ. നിതിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അത് ഏത് രീതിയിലാണ് നടക്കുന്നത്? ആരൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്? പ്രജിൻ, പ്രവിത, ഗുഡ് മോർണിംഗ്. കൽക്കരി ഖനിക്കുള്ളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 15 തൊഴിലാളികളാണ് കുടുങ്ങിക്കിടന്നിട്ടുള്ളത്. ഇതുവരെ എത്ര തൊഴിലാളികൾ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചൊരു വ്യക്തമായ കണക്ക് നമുക്ക് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം അതിലൊരു വ്യക്തമാക്കിയത് ഏതാണ്ട് 15 തൊഴിലാളികൾ കുടുങ്ങിക്കിടന്നിട്ടുണ്ടെന്നാണ്. നിലവിൽ ഇപ്പോൾ സൈന്യവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. NDRF-ഉം SDRF-ഉം ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിവരുന്നത്. മേഘാലയ അതിർത്തിയോട് ചേർന്നൊരു പ്രദേശത്താണ് ഈ അപകടം നടന്നത്. ദിയ ഹസാവോ ജില്ലയിലെ ഉംറാങ് സോയിലുള്ള ഈ ഖനിയിൽ ഇന്നലെ രാവിലെ 7 മണിയോടുകൂടിയാണ് അപകടം. നമുക്കറിയാം, ഏറെ ദുഷ്കരമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് വലിയ തിരിച്ചടി ആദ്യഘട്ടത്തിൽ നേരിട്ടു. രാവിലെ 7 മണിക്ക് നടന്ന അപകടം അധികൃതർ അറിഞ്ഞത് തന്നെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ്. അത്തരത്തിൽ വളരെ ഒരു ഉൾപ്രദേശമായ ഒരു സ്ഥലത്താണ് ഈ അപകടം നടന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മോട്ടോറുകൾ ഉപയോഗിച്ച് ഖനിയിൽ നിന്ന് വെള്ളം അത് പമ്പ് ചെയ്ത് കളയാനാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ ശ്രമം. സൈന്യവും കൂടുതൽ യന്ത്രങ്ങളുമായി ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും 15 തൊഴിലാളികളാണ് ഇപ്പോൾ കുടുങ്ങിക്കിടന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നിലവിൽ ഇപ്പോൾ ഇവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു വരുന്നതെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 300 അടിയോളം ആഴമുള്ള ഖനിയിലാണ് ഈ തൊഴിലാളികൾ കുടുങ്ങിക്കിടന്നിട്ടുള്ളത്. ഇതിൽ 100 അടി താഴ്ചയിൽ വരെ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് അധികൃതർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയ കാര്യം. എന്തായാലും ഒരു ശ്രമകരമായ രക്ഷാദൌത്യമാണ് മേഖലയിൽ നടന്നു വരുന്നത്. കൂടുതൽ യന്ത്രങ്ങളൊക്കെ എത്തിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അപകടം സംഭവിച്ച മേഖലയിൽ അനധികൃതമായാണ് ഖനി പ്രവർത്തിച്ചതെന്ന ഒരു വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും ഇപ്പോൾ ഈ മേഖലയിൽ നടന്നു വരികയാണ്. ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്ന രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നാണ് നിതിൻ നൽകിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇനി HMP വൈറസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നോക്കാം. വൈറസ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചതോടെ രാജ്യം ജാഗ്രതയിലാണ്. രാജ്യത്ത് ഇതുവരെ 5 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കേസ് റിപ്പോർട്ട് ചെയ്തവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ചൈനയിലെ വൈറസ് വകഭേദമാണോ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നറിയാൻ പരിശോധന പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ICMR-ഉം അറിയിച്ചിട്ടുണ്ട്. ആശങ്ക വേണ്ടെന്നും സാഹചര്യം നിരീക്ഷിക്കുകയാണ് വ്യക്തമാക്കിയ ആരോഗ്യ മന്ത്രാലയം. കേസുകളിൽ അസാധാരണമായ വർധന ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ജാഗ്രതയാണ് വേണ്ടത്, ഇതിന് ഭീതി പരത്താനില്ല എന്നുകൂടി അറിയുക. അപ്പോൾ ആ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ കോട്ടകമാല നമുക്ക് കാണാം. അതിൽ നിന്ന് അകത്തേക്ക് നടക്കുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ അവിടേക്ക് അതിൻ്റെ മുന്നിലൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ നിൽക്കുന്നുണ്ട്, ദർശനം കാത്ത് നിൽക്കുകയാണ്. പിന്നെ ഈ വഴിയിലൊക്കെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്, അതൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. അതിലൊക്കെ നേരത്തെ പ്രവിധ പറഞ്ഞതുപോലെ അവിടെയൊക്കെ പൂമാലകളും അതുപോലെ മധുരപലഹാരങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. അതെ, ഒരുപാട് ടൂറിസ്റ്റുകൾ എന്ന് പറയാൻ പിൽഗ്രിം ടൂറിസം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എത്തുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇവിടെ പ്രാവുകൾ നിരവധി ഉണ്ട്. നമുക്ക് ആ ഓട്ടോ ചേട്ടന്റെ അടുത്ത് നമ്മളിപ്പോ ഇതിലൂടെ നടന്ന ആ പ്രാവുകളെല്ലാം പറന്നു പോകുന്നു തോന്നുന്നു. ചോദിക്കാം. ഇത് കണ്ടോ, കയ്യിലിരുന്ന്. ചേട്ടാ നമസ്കാരം. നമസ്കാരം, ഗുഡ് മോർണിംഗ്. പേരെന്താ? എൻ്റെ പേര് വിജയ്. എവിടെയാ സ്ഥലം? എവിടെയാ? വലിയതുറ. ഇതിങ്ങനെ പ്രാവുകൾ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വരാറുണ്ടോ? ഇങ്ങ് വരാനുണ്ട്. നമ്മൾ ഓട്ടോ ഡ്രൈവറെല്ലാം പൈസ കൊടുത്ത് ഇവിടുന്ന് പൊരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊരു സുഖമാണ് ഇങ്ങനെ വരുന്നത് അല്ലേ? നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു പേടിയില്ല അല്ലേ? ഇതിന്റെ ഇടയിലൂടെ ശല്യം ചെയ്യുന്നില്ലല്ലോ. അതിന് ആഹാരം കഴിക്കാൻ വേണ്ടിട്ട് വരുമ്പോഴേക്കും എല്ലാവരും ഷെയർ ചെയ്ത് പൊരിയോ കടലോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഡെയിലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡ്രൈവർ
ഇപ്പോൾ ഗോതമ്പ് വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. നിങ്ങളൊക്കെ കൂട്ടം കൂടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് അല്ലേ? നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ആറ്റിയൽ പൊങ്കലായിരുന്നാലും ശരി, ബാക്കി എന്ത് പരിപാടിയായിരുന്നാലും ശരി, നമ്മളെല്ലാ ഡ്രൈവർമാരും സംയുക്ത യൂണിയനായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രധാനമായിട്ട് എന്താണ് ഇവർക്ക് തീറ്റ കൊടുക്കുന്നത്? ഗോതമ്പാണ് ഒരുപാട് കഴിക്കുന്നത്. ഗോതമ്പ് കടലയും. അത് നിങ്ങൾ മേടിച്ചു കൊടുക്കും എല്ലാ ദിവസവും? എല്ലാ ദിവസവും മേടിച്ചു. അപ്പൊ ഈ പ്രാവുകൾ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. രാവിലെ അനുരാജ് പ്രസന്നകുമാർ വിജയ് പറഞ്ഞു ഓൾറെഡി. അപ്പം ഇവിടെയാണ് നിങ്ങളുടെ സ്റ്റാൻഡ് അല്ലേ? പ്രീപെയ്ഡ് സ്റ്റാൻഡാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കിഴക്കേ നട. എത്ര മണിക്ക് എത്തും രാവിലെ? രാവിലെ നമ്മളിപ്പോൾ 5 മണി 4-5 മണിയാകുമ്പോൾ സ്ഥിരം കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. അപ്പൊ കലോത്സവമൊക്കെ വന്നതിന് ശേഷം എങ്ങനെയുണ്ട്? നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞു ഓട്ടോക്കാര്. നമുക്കൊരു ശല്യമില്ല. പ്രീപെയ്ഡ് അടിച്ചിട്ടാ പോകുന്നത്. ബില്ലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയും പോകുന്നുണ്ട്. ബില്ലടിച്ച് കഴിഞ്ഞാൽ ഞങ്ങള് സീനിയാരിറ്റി വണ്ടി അനുസരിച്ച് പോകുന്നു. വിഷയമൊന്നുമില്ല. കലോത്സവം വന്നിട്ട് അതിന്റെ ഒരു തിരക്കുണ്ടോ ഇവിടെ? നല്ല തിരക്കുണ്ട്. കുഴപ്പമില്ല, നല്ല ഭംഗിയാണ്. കാരണം എല്ലാ പരിപാടികളും നമ്മൾ വാർത്തയിലെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഇന്നലെ മറ്റേ ഒപ്പനയുടെ വീഡിയോ ഇതെല്ലാം കാണിച്ചായിരുന്നു. ചേട്ടാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ കലോത്സവം കാണാൻ തിരുവനന്തപുരത്തുകാർക്ക് അത്ര താല്പര്യമില്ല, വേദികളിലൊന്നും അത്ര അധികം ആളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ കലാകാരന്മാരാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണുമല്ലേ? എല്ലാ ദിവസവും എന്തെങ്കിലും പരിപാടിയാണ്. പുത്തരിക്കണ്ടത്തായിരുന്നാലും ശരി, നമ്മൾ സെക്രട്ടറിന്റെ ഫ്രണ്ടിലായിരുന്നാലും 24 മണി 24 ഹവേഴ്സും സമരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. തിരക്കാണ്. അങ്ങനെ ആക്റ്റീവ് ആണ് തിരുവനന്തപുരം നഗരം അല്ലേ? ആക്റ്റീവ് ആണ്, പവർഫുൾ ആണ്. അപ്പൊ നടക്കട്ടെ, ഒരു നല്ല ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. 5 സെക്കൻഡ് നിന്ന് പ്രാവിന് തീറ്റ കൊടുക്കും. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് വരും. വരുന്നുണ്ട്, വരട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം കേട്ടോ. താങ്ക് യു. ഒരു ചെറിയ ഇടവേള വേണം. അപ്പോൾ ഓട്ടോ ചേട്ടന്മാരൊക്കെ റെഡിയാണ്. ഒരു പ്രാവിനുള്ള തീറ്റ വാങ്ങാൻ പോയ ആളെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ വരുന്നു പറയുന്നു. നമുക്ക് ആ കാഴ്ചയൊക്കെ പ്രേക്ഷകരെ കാണിക്കാം. വെൽക്കം ബാക്ക്. അപ്പോൾ മോർണിംഗ് വാക്കിനിടയിലാണ് നമ്മളിതാ. ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. നമ്മൾ കയ്യിൽ ഒരു പ്രാവിനെ ഇരുത്താനുള്ള ശ്രമത്തിലാണ് ഞാനും പ്രവിധിയും. നോക്കട്ടെ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് നോക്കട്ടെ. ഇല്ല, വലിയ താല്പര്യമില്ല. കണ്ടോ, കയ്യിലിരുന്ന് കഴിക്കുകയാണ്. അപ്പൊ ഒരു മടിയില്ല, പേടിയില്ല. അതാ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ് അല്ല? ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ ആളെന്ന് പറയുന്നു. പ്രാവൾക്ക് എല്ലാ ദിവസവും തീറ്റ കൊടുക്കാറുണ്ട്? അങ്ങനെ ഒന്നുമില്ല. പേരെന്താ? സായി മുരളി. സ്ഥലം എവിടെയാ? കരമന. ഇപ്പൊ എത്ര കിലോ വാങ്ങിയിട്ടുണ്ട്? ഇത് 3 കിലോ. എല്ലാ ദിവസവും വാങ്ങും? എല്ലാ ദിവസവും. ഇതൊരു സന്തോഷമാണല്ലേ പ്രാവുകൾക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കുന്നത്? അപ്പം ഇത് ജീവിക്കണേ. രാവിലെ തീറ്റ കൊടുക്കും? രാവിലെ കമ്പൽസറിയാണ്. എല്ലാ ദിവസവും രാവിലെയാണ് കൊടുക്കാറ്? ശരിയേട്ടാ, അപ്പൊ നടക്കട്ടെ, നല്ല കാര്യം. അപ്പൊ സായിച്ചേട്ടനാണ്. അപ്പം തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സ്റ്റോറിയിലേക്ക് പോവാം. ചെറുകിട വ്യാപാര വ്യവസായ മേഖലയിലെ പ്രതിസന്ധി ഉയർത്തിക്കാട്ടി പ്രക്ഷോഭത്തിനൊരുങ്ങി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി. ഈ മാസം 13 മുതൽ വ്യാപാര മേഖലയിലെ തൊഴിൽ സംരക്ഷണത്തിനായി സംസ്ഥാനതല ജാഥ സംഘടിപ്പിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 13 പാർലമെന്റ് മാർച്ചും നടത്തും. മറ്റു മേഖലയിലുള്ള ഒരാളും ഓൺലൈൻ കച്ചവടം നടത്തുന്ന ഒരാളും വയനാട്ടിലെ ദുരിതത്തെ സഹായിക്കാൻ വന്നില്ല. അവരാരും വീട് വെച്ചു കൊടുക്കാൻ വന്നില്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ മാത്രമാണ് ഇതിനെല്ലാം തയ്യാറാകുന്നത്. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത വ്യാപാര മേഖലയിൽ നിലനിൽക്കുന്നു എന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൂടെ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഓഖി ഉണ്ടായപ്പോഴും പ്രളയം ഉണ്ടായപ്പോഴും വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും അവരുടെ ഒരു കൈത്താങ്ങാകാൻ ഞങ്ങൾ സഹായകരമായി മുന്നോട്ട് വന്നു. ഓൺലൈൻ വ്യാപാരവും പ്രത്യക്ഷ വിദേശ നിക്ഷേപവും നോട്ട് നിരോധനത്തിന്റെ പ്രതിസന്ധികളും GSTയും GDP വളർച്ചാ നിരക്കിലുണ്ടായ ഇടിവും സാമ്പത്തിക മാന്ദ്യവും വ്യാപാര മേഖലയെ തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്നാണ് കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാ മേഖലയിലും ഗവൺമെന്റ് പല സഹായം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിസിറ്റി പോലും ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത് വ്യാപാരികളാണ്. കാരണം ഏറ്റവും വലിയ താരിഫ് അവർക്കാണ്. മറ്റു പലർക്കും പല വ്യവസായത്തിന് കുറവുണ്ട്, മറ്റുള്ള കുറവുണ്ട്, കൃഷിക്ക് കുറവുണ്ട്, പലതിനും കുറവുണ്ട്. ഈ വ്യാപാര മേഖലയിൽ ഒരു തരത്തിലുള്ള കുറവുമില്ല, ഒരു ആനുകൂല്യം ഇവരെല്ലാം കൊടുക്കുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം രാജ്യത്ത് 2 ലക്ഷത്തോളം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. കേന്ദ്ര സർക്കാർ ഉത്തേജക പാക്കേജ് അടക്കം പ്രഖ്യാപിച്ച് മേഖലയെ സംരക്ഷിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. വ്യാപാര മേഖലയെ, ചെറുകിട വ്യവസായ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഉത്തേജക പാക്കേജ് ഗവൺമെൻറ് ഇന്ത്യയിലെ ട്രേഡ് ഓർഗനൈസേഷനുകളുമായി ചർച്ച നടത്തി അത്തരമൊരു ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ഏറ്റവും സുപ്രധാനമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വരും കാലങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയാണ് ഈ മേഖലയെ അഭിമുഖീകരിക്കുന്നത്.
ജനങ്ങളുടെ വാങ്ങൽ ശേഷിയിൽ വന്നിട്ടുള്ള കുറവ് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഗവൺമെൻറ്റുകൾ എടുക്കുന്ന നയപരമായിട്ടുള്ള നിലപാടുകൾ ഈ വ്യാപാര മേഖലയെ പരിമിതപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ജനുവരി 13 മുതൽ 25 വരെയുള്ള സംസ്ഥാന ജാഥ. 13-ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ജാഥ മുൻ MLA VKC മുഹമ്മദ് കോയയും 25-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജു നയിക്കുന്ന ജാഥയുടെ തുടർച്ചയായി ഫെബ്രുവരി 13-ന് പാർലമെന്റ് മാർച്ചും നടത്തും. 24 തൃശൂർ. കേരളത്തിലാകെ നാണക്കേടാവുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ യുവതിക്ക് നേരെ അതിക്രമം നടത്തിയത് മലപ്പുറം ഈശ്വരമംഗലം സ്വദേശിയായ മുസ്തഫയാണ്. എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വഴി കർണാടകയിലേക്ക് പോവുകയായിരുന്ന ബസ്സിലാണ് അതിക്രമം ഉണ്ടായത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അഭി, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പ്രവിത പറഞ്ഞതുപോലെ ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്, ഒരു സംഭവമാണ്. ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, പ്രവിത, ഗുഡ് മോർണിംഗ്. ഈ കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ് ഇന്നലെ വൈകിട്ടാണ് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്നത്. കർണാടകയിലെ ഹസ്സനിലേക്ക് പോകുന്ന ബസ്സാണ്. ഈ പരാതിക്കാരിയായ പെൺകുട്ടി, അവർ കോട്ടയം സ്വദേശിയാണ്, 19-കാരിയാണ്. അവർ എറണാകുളത്ത് നിന്ന് ഈ ബസ്സിൽ കയറുന്നു. എടപ്പാളിൽ നിന്നാണ് ഈ പ്രതി ഈ ബസ്സിൽ കയറുന്നത്. ഇവർ രണ്ടുപേരും ഒരു സീറ്റിലാണ് ഇരുന്നിരുന്നത്. എടപ്പാൾ മുതൽ ഈ പെൺകുട്ടിയെ ഇയാൾ ശല്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പരാതി. തുടർന്ന് ഈ ബസ് കോഴിക്കോടേക്ക് എത്താനാകുമ്പോഴാണ് ഈ പ്രതി, മുസ്തഫ എന്നാണ് അയാളുടെ പേര്, മലപ്പുറം ഈശ്വരമംഗലം സ്വദേശിയാണ്. അയാൾ ലൈംഗികോദ്ദേശത്തോടു കൂടി ഈ പെൺകുട്ടിയെ സ്പർശിക്കുകയാണ്, കയറി പിടിക്കുകയാണ്. അങ്ങനെയാണ് ഈ പെൺകുട്ടി ബഹളം വെക്കുകയും ബസ്സിലെ ആൾക്കാരോട്, ബസ് ജീവനക്കാരോട് ഇക്കാര്യം പറയുകയും തുടർന്ന് കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിലെത്തി പരാതിപ്പെടുകയും ചെയ്തത്. നിലവിൽ ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ പേര് മുസ്തഫ എന്നാണ്, മലപ്പുറം ഈശ്വരമംഗലം സ്വദേശിയാണ്. പ്രജിൻ, പ്രവിത. ശരി അഭി, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കുറച്ചുകൂടെ അടുത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കുറച്ചുകൂടെ അടുത്ത് നമ്മൾ എത്തിയപ്പോൾ പത്മതീർത്ഥക്കുളമുണ്ട്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ കുതിരമാളികയുണ്ട്, അവിടെ ആ ക്ലോക്ക് ഉണ്ട്, പ്രസിദ്ധമായ ക്ലോക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ അതിരാവിലെ തന്നെ ആളുകൾ എത്തുന്നുണ്ട്. നമ്മളിപ്പോ ആ കാഴ്ച കണ്ടത്. ഇവിടെ കുറച്ച് ആളുകളുണ്ട്. ഹലോ, പേരെന്താ? ഹരികൃഷ്ണ. എവിടെ? തെലുഗു. വെർ യു ഫ്രം? തെലങ്കാന. Which district? District Sangareddy district, Hyderabad. You came to visit the temple? Yes. Is this the first time you're visiting here? Yes, first time. First time for Kerala state also I am coming first time. How do you feel? It's so peaceful, nice journey, so nice, got routes. Enjoy the journey. Journey also like a destination. Okay. Happy journey. Happy journey. Thank you for have coming. a good day. അപ്പൊ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഇത് പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാൻ എത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ മീനുകളൊക്കെ ഉണ്ടോ? ഒരുപാട് മീനുകളുണ്ട്. കാഴ്ച. നമ്മൾ രാവിലെ പ്രാവുകൾക്ക് തീറ്റ കൊടുത്തത് ഇപ്പോൾ നിറച്ച് മീനുകളുണ്ട്. മീനുകൾക്ക് തീറ്റ കൊടുക്കുന്ന നമുക്ക് ആ സെക്കൻഡ് ക്യാമറയിൽ എനിക്ക് തോന്നുന്നു ആ വിഷ്വൽസ് പ്രേക്ഷകർ കാണാമെന്ന് തോന്നുന്നു. മീനുകൾക്കും തീറ്റ കൊടുക്കുന്നുണ്ട്. ഒരുപാട് മീനുകളുണ്ട് ഇവിടെ. അങ്ങനെ രാവിലെ ഫുൾ പോസിറ്റീവ് വൈബാണല്ലേ? അതെ, പ്രാവുകളെ കണ്ടു, മീനുകളെ കണ്ടു, ആളുകളെ കണ്ടു. നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പം അടുത്ത വാർത്തയിൽ കൂടി പെട്ടെന്ന് നമുക്കൊന്ന് പോകാം അല്ലേ? അതെ, അടുത്ത വാർത്ത വരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് മാവേലിക്കര സ്വദേശികളായ 4 പേർ മരിച്ചതിന്റെ തീരാ ദുഃഖത്തിലാണ് നാട്. മരിച്ച സംഗീതിന്റെയും ബിന്ദു നാരായണന്റെയും സംസ്കാരം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംഗീതിന്റെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ വീട്ടിലെത്തിച്ചു. മറ്റ് 3 പേരുടെയും മൃതദേഹം സമീപത്തെ ആശുപത്രികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബസിന്റെ ബ്രേക്കിനുണ്ടായ തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. KSRTC മാവേലിക്കര ബജറ്റ് ടൂറിസം സെല്ലിന്റെ മധുര തഞ്ചാവൂർ തീർത്ഥാടന യാത്രക്കിടെയാണ് ഈ അപകടമുണ്ടായത്. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്ക് അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നേരത്തെ കണ്ട കാഴ്ച, ഇപ്പോൾ മീനുകളുണ്ട്, ഒരുപാട് മീനുകൾക്ക് തീറ്റ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. ഒപ്പം പശ്ചാത്തലത്തിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും കാണാം. വെൽക്കം ബാക്ക്. പ്രിയ പ്രേക്ഷകരെ, നമ്മളിപ്പോഴുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. ഇവിടെ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് മറ്റ് നിരവധി കോവിലുകളുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് എല്ലാം കോവിലുകളാണ്. കുഞ്ഞു അമ്പലങ്ങളുണ്ടാകും. അങ്ങനെ അടുത്ത് 2 ക്ഷേത്രങ്ങളുണ്ട്.
അപ്പോൾ തമ്പാനൂർ, എനിക്ക് തോന്നുന്നു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന പോലെ അവിടുന്ന് തൊട്ട് കോവിലുകളാണ് അല്ലേ? നമ്മൾ ഈ പറയുന്ന നമ്മുടെ 24-ന്റെ റീജിയണൽ ഓഫീസുള്ള ആ ഒരു ഇടത്തിൽ പോലും നമുക്ക് ഒരുപാട് കോവിൽ ചുറ്റും കാണാം അല്ലേ? അതെ, തിരുവനന്തപുരത്ത് ഒരു പ്രത്യേകത അതാണല്ലോ, നിരവധി കോവിലുകളുണ്ട്. ഈ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ചെറുതായിരിക്കും, ഒറ്റ പ്രതിഷ്ഠയൊക്കെ ഉണ്ടാവുള്ളൂ. അതൊരു രസമുള്ള കാഴ്ചയാണ്. അവിടെ എല്ലാം നിറയെ ഭക്തരും ഉണ്ടാവും. നോക്കാം ശബരിമലയിലെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. സമൂഹ മാധ്യമങ്ങളിലെ അപകീർത്തികരമായ പരാമർശങ്ങളിൽ നടി ഹണി റോസ് രംഗത്ത് വന്നതോടെ നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്ന പോലീസ് തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരു വ്യക്തി തുടർച്ചയായി അപമാനിക്കുന്നുവെന്ന് വ്യക്തമാക്കി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നടി രംഗത്തെത്തിയത്. ഹണിറോസിന്റെ പോസ്റ്റിന് താഴെ അശ്ലീല കമന്റ് ഇട്ടവർക്കെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി. നടിക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്ത കൂടി ഉണ്ടല്ലേ? അതെ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിലെ നോ ഗോ സോൺ മേഖലയിലെ അടയാളപ്പെടുത്തലുകൾ ഇന്ന് തുടങ്ങും. ഉരുൾപൊട്ടൽ പ്രദേശത്തെ ഭൂമിശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതി നിർദ്ദേശിച്ച സ്ഥലങ്ങളിലാണ് അടയാളങ്ങൾ രേഖപ്പെടുത്തുക. പുഴയിൽ ഉരുൾ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയ ഭാഗത്ത് നിന്ന് 30 മീറ്ററും ചില ഭാഗങ്ങളിൽ 50 മീറ്ററുമാണ് സമിതി നിശ്ചയിച്ച നോ ഗോ സോൺ പരിധി. സമിതി നിർദ്ദേശ സ്ഥലങ്ങളിൽ മാർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും വീടുകൾ ഒറ്റപ്പെടുകയാണെങ്കിൽ അവ ടൗൺഷിപ്പ് ഗുണഭോക്താക്കളുടെ പട്ടികയിലേക്ക് പരിഗണിക്കും. ഇത് സംബന്ധിച്ച് ആക്ഷേപമുള്ളവർക്ക് അറിയിക്കാനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടർ ജോൺ മത്തായിയും ഇന്ന് സ്ഥലത്തെത്തുന്നുണ്ട്. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്താണ് ഇന്നത്തെ അപ്ഡേറ്റ് നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, പ്രസന്ന വരലെ എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. കഴിഞ്ഞ തവണ കേസിൽ വാദം കേട്ട കോടതി മൊഴി കൊടുക്കാൻ താല്പര്യമില്ലാത്തവരെ നിർബന്ധിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കേസിലെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ സംസ്ഥാന സർക്കാരിന് ഹാജരാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയത് സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പിലാണെന്ന് ഹർജിക്കാർ വാദിച്ചു. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ടല്ലേ പ്രജൻ? നമ്മൾ ആ കമന്റ്സിലേക്ക് പോയിട്ട് കുറച്ച് നേരമായി. എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അപ്പം തന്നെ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നുണ്ട്. തിരക്കിൽ പണിയെടുക്കുന്നുണ്ട്, നിങ്ങളൊന്നും ചോദിക്കല്ലേ എന്ന് നമ്മളെ തിരുത്തുന്നുണ്ട് പലരും. പണിയുടെ ഇടയിൽ നമ്മൾ ജസ്റ്റ് അവരുടെ വിശേഷങ്ങൾ ജസ്റ്റ് ചോദിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഒരുപാട് നേരം അവരങ്ങനെ തടഞ്ഞു നിർത്തിയതുമില്ല അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു നേരത്തെ ഓട്ടോ ചേട്ടന്മാരോട് സംസാരിച്ചതാണെന്ന് തോന്നുന്നു. പക്ഷെ അവർ ഓട്ടം പോവാത്ത സമയത്താണ് നമ്മൾ അവരോട് സംസാരിച്ചത് അല്ലേ? അപ്പം എന്താണ്, ഒരുപാട് കമന്റ്സ് ഉണ്ട്. അപ്പം അതിൽ വായിക്കാനുള്ള കമന്റ്സ് തപ്പിയെടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ കമന്റ്സ് ഉണ്ട്. നമ്മളത് ഈ വാർത്തകളൊക്കെ വന്നതുകൊണ്ട് വിട്ടുപോയതാണ് വായിക്കാൻ. അപ്പോൾ നമ്മൾ ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തെ ഒരു വശത്തെ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നമുക്കറിയാം വരിവരിയായ ആൾക്കാർ നീങ്ങുന്നുണ്ട്. അങ്ങനെ ദർശനം കഴിഞ്ഞു മടങ്ങുന്നവരും ദർശനത്തിനായി പോകുന്നവരും ഒക്കെ നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുകയും ചെയ്യാം അല്ലേ? നമുക്കിനി പത്രങ്ങളിലേക്ക് കൂടി ഒന്ന് പെട്ടെന്ന് വരേണ്ടതുണ്ട് അല്ലേ? പത്രങ്ങൾ നോക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മാതൃഭൂമിയുണ്ട്, പ്രവിതയുടെ കയ്യിൽ ഞാൻ മലയാള മനോരമ തരുന്നു. രണ്ട് പത്രങ്ങളുണ്ട്. എന്താണ് ലീഡ് വാർത്ത മനോരമയിൽ? ആശങ്ക വേണ്ട എന്നുള്ളതാണ്. HMPV വൈറസിനെ കുറിച്ച്, അത് HMPV കുറിച്ചാണ്. ഇന്ത്യയിൽ 5 കുഞ്ഞുങ്ങൾക്ക് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്തത്. ബംഗളൂരു, സേലം, ചെന്നൈ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ എന്നുള്ള വാർത്ത ആദ്യം. വൈസ് ചാൻസലർക്ക് എന്താണ് അധികാരം, ചാൻസലർക്ക് എന്ന് പറയുന്നത് വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടാണ്, VC നിയമനവുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത. മാതൃഭൂമി നൽകിയിരിക്കുന്നത് അധികാരം ചാൻസലർക്ക് എന്നാണ് തലക്കെട്ട്. നിയമനങ്ങൾക്ക് കരട് ചട്ടവുമായി UGC എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ലീഡ് വാർത്തയായി മാതൃഭൂമി നൽകുന്നു.
കരാറടിസ്ഥാനത്തിലുള്ള അധ്യാപക നിയമനങ്ങൾ പരമാവധി 6 മാസത്തേക്ക് മാത്രമേ പാടുള്ളൂ. സ്ഥിരം നിയമന യോഗ്യതകൾ ബാധകം. സ്ഥിരം അധ്യാപകർക്ക് ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും എന്നാണ് ഈ കരട് ചട്ടത്തിൽ UGC വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പം മാവോയിസ്റ്റുകൾ വാഹനം ബോംബ് വെച്ച് തകർത്തു എന്നുള്ള വാർത്ത, 8 പോലീസുകാർക്ക് വീരമൃത്യു, ബിജാപൂർ ഛത്തീസ്ഗഡിൽ നിന്നുള്ള വാർത്തയാണ്. അപ്പം നിയമനക്കോഴം വെളിപ്പെടുത്തലുമായി NM വിജയന്റെ കത്തുകൾ ഇന്നലെ വന്ന വാർത്തയാണ്. അതിന്റെ വിശദാംശങ്ങളുണ്ട്. നവീൻ ബാബുവിന്റെ കേസിൽ CBI അന്വേഷണം ഇല്ല എന്നുള്ളത് ഇതൊക്കെ ഇന്നലെ വന്ന വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലുണ്ട്. സ്പേസ് ഡെക്സ് ഡോക്കിംഗ് നമ്മുടെ ISROയുടെ ഡോക്കിംഗ് സംവിധാനമാണ്. അത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി എന്നൊരു വാർത്ത, ഒരു അപ്ഡേറ്റ് ആണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. നമ്മൾ ഏറ്റവും നിർണായകമായി കാത്തിരിക്കുന്ന ഒന്നാണ് 2 പേടകങ്ങളെ ഡോക്ക് ചെയ്യുന്ന, യോജിപ്പിക്കുന്ന ഒരു പ്രക്രിയ. അതങ്ങ് ബഹിരാകാശത്ത് വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. അത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി എന്നൊരു അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. നവകേരള സാമ്പത്തിക ഞെരുക്കം എന്ന് പറയുന്ന ഉൾപേജിൽ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട് മനോരമ. ഏറ്റെടുത്ത പലതും ഫണ്ടില്ലാത്തതിനാൽ മാറ്റിവെച്ചെന്ന് കോർഡിനേറ്ററുടെ കത്ത് എന്നുള്ള വാർത്തയുണ്ട്. അപ്പം ഇപ്പുറത്ത് കോൺഗ്രസ് വൈകാതെ പുതിയ മന്ദിരത്തിലേക്ക് മാറും. കോട്ട്ല മാർഗ് റോഡിലെ 9A ഇന്ദിരാഭവൻ പുതിയ വിലാസം എന്നുള്ള വാർത്ത. അപ്പം നിമിഷപ്രിയയുടെ വാർത്തയുണ്ട്. വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവച്ചിട്ടില്ല എന്ന എംബസി, പ്രതീക്ഷ ഇറാൻ മധ്യസ്ഥത മാത്രം എന്ന്. ഇതാണ് ആറാട്ടുന്ന മാതൃഭൂമിയുടെ സപ്ലിമെന്റ് ആണ്. കലോത്സവം സ്പെഷ്യലാണ്. അപ്പം അതിലും കലോത്സവം ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം തന്നെ നൽകിയിട്ടുമുണ്ട്. അതെ, ഇതാണ് മനോരമയുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്ത. മോർണിംഗ് വാക്ക് പൂർത്തിയാവാൻ സമയമാവുന്നു. അപ്പോൾ ഇനി വെരി ഗുഡ് മോർണിംഗിന്റെ സമയമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ പഴവങ്ങാടി ക്ഷേത്രത്തിൽ തുടങ്ങി, ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ മോർണിംഗ് വാക്ക്.